സഹോദരൻ പദ്ധതിയുടെ 4ാം വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കൊരു റിയൽ കേരള സ്റ്റോറി പരിചയപ്പെടുത്താനുണ്ട്. ആ റിയൽ കേരള സ്റ്റോറി മറ്റൊന്നുമല്ല, എല്ലാവരാലും അവഗണിക്കപ്പെട്ട് പുറന്തള്ളപ്പെട്ടു പോയ സന്ധ്യ എന്ന പെൺകുട്ടിക്ക് ഭരണകൂടങ്ങൾ മുഖം തിരിച്ചപ്പോൾ, ചുവപ്പുനാടകൾ മുഖം തിരിച്ചപ്പോൾ സന്ധ്യ എന്ന പെൺകുട്ടിക്ക് കേരളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം ഭാരതസഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമേനി വീട് നൽകി ആ ഒരാളെ പുനരധിവസിപ്പിക്കുന്നു എന്നതാണ് ദ റിയൽ കേരള സ്റ്റോറി. ആ റിയൽ കേരള സ്റ്റോറിയാണ് സഹോദരൻ. മറ്റൊന്നോട് നമ്മൾ കേട്ടു, പ്രിയമുള്ള അരുൺകുമാറിന് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ബന്ധനങ്ങളില്ലാതെ ദേവലോകത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കേറിയെത്തി തൻ്റെ ആവശ്യം പറയുവാനും ആ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു ആലോചനയുമില്ലാതെ സഹായഹസ്തം നീട്ടുന്ന ദ റിയൽ കേരള സ്റ്റോറി. ആ ഒരു യഥാർത്ഥ കേരള സ്റ്റോറിയുടെ വാർഷികം കൂടിയാണ് ഇന്ന് ഈ ചരിത്രത്തിൻ്റെ മണ്ണിൽ നടത്തുന്നത് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും